Yes, good morning, Thrissur. Good morning, Thrissur. നിങ്ങൾക്ക് എനർജി ഉണ്ടെങ്കിൽ ഞാനും കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഞാൻ മിണ്ടത്തില്ല. റെഡി? എൻ്റെ പേര് പ്രകാശ്. ബേസിക്കലി ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 30 വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്തിട്ട് മോദിക്ക് ഒരു ബിസിനസ്സിലെ ഒരു സംരംഭകനാകാനുള്ള പ്രവർത്തനം ആരംഭിക്കുക. അപ്പോൾ 30 വർഷം ഗവൺമെൻറ് സർവീസ് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒടയ്ക്കര ESA ആശുപത്രിയുടെ ലേ സെക്രട്ടറി ആൻഡ് ട്രഷറർ ആയിരുന്നു. മുളങ്ങത്താവ് ESA ഹോസ്പിറ്റൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കടമ്പനാട് ESAയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കൊല്ലത്ത്. ദെൻ ഇവിടെ അടുത്ത ഫറോക്ക് ESA ഹോസ്പിറ്റലിലെ ലേ സെക്രട്ടറി ആയിരുന്നു. അപ്പം അങ്ങനത്തെ പദവിയൊക്കെ അലങ്കരിച്ചു. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു, ഗസറ്ററായിരുന്നു, ഒക്കെ കൊള്ളാം. പക്ഷേ ഈ സാധനം കിട്ടാൻ വേണ്ടി ഒരു 1.5 ലക്ഷം വരുമാനം വാങ്ങിക്കാൻ വേണ്ടി 30 വർഷം വർക്ക് ചെയ്ത ഒരു ഉദ്യോഗസ്ഥന്റെ സംസാരം കേൾക്കണം. എന്താണ് പറഞ്ഞത്? 30 വർഷം വർക്ക് ചെയ്തിട്ട് 1.5 ലക്ഷം വരുമാനം വാങ്ങിച്ചേക്കണം. മോദി കേരളം ഞാൻ കണ്ടത് 9 മാസം കൊണ്ടൊക്കെ 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. അതെന്നെ വളരെ ആലോചിച്ചൊരു ഘടകമാണ്. അപ്പൊ ഞാൻ പുറത്തുനിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ ഒരു സംരംഭകനാകാൻ പറ്റും എന്നുള്ള ആലോചനയായിരുന്നു. അപ്പൊ എന്റെ സ്പോൺസേഴ്സ് ജിഷാ സാറും ദിനേശ് സാറും പറഞ്ഞൊരു വാക്കുണ്ട്, പ്രകാശ് വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ മാക്സിമം ഫംഗ്ഷനുകൾ പങ്കെടുക്കുക, ചടങ്ങുകൾ പങ്കെടുക്കുക, അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ തന്നെ സാധിക്കില്ല. കാരണം നിങ്ങൾ ചുറ്റും നിൽക്കുന്ന ആളുകൾ എങ്ങനെ നടക്കില്ല എന്നാണ് പറയുള്ളൂ. സത്യമായിരുന്നു. ഞാൻ 16 പേരെ ആദ്യം പ്ലാൻ കൊടുത്തു. ഞാൻ ഗസറ്ററിലെ ആൾക്കാർ പെട്ടെന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, അവിടെ ജോയിൻ ചെയ്തില്ല. പക്ഷെ അപ്പൊ എനിക്ക് നിരാശയിലാണ് തോന്നിയത്. അദ്ദേഹം പറഞ്ഞ വാക്ക്, നേരത്തെ RK സാർ പറഞ്ഞ വാക്ക്, ആ ലിസ്റ്റ് ഞാനൊരു 301 പേര് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വർക്ക് ആരംഭിച്ചത്. 16 പേര് ജോയിൻ ചെയ്ത ശേഷം 17ാമത്തെ ആള് ജോയിൻ ചെയ്തു. അധികം ഡയമണ്ടായി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇതിനകത്ത് ഈ ഡയറക്ടറി ഇൻഡസ്ട്രി ഞാൻ 98 തൊട്ട് കാണുന്ന വ്യക്തിയാണ്. ഞാൻ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഗസറ്റ് റാങ്കിൽ നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് പുറത്തു പോയി ഒരു ഗവൺമെന്റ് സർവീസ് ചെയ്യാൻ പറ്റില്ല. വൈഫിന്റെ പേരിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ സീരിയസ് ആയിട്ട് വളരെ പാഷനായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാനിപ്പോ ഇവിടെ ബാക്ക് ചെയ്യുന്നുണ്ട്. RK സാറ് പറഞ്ഞ ഓരോ വാക്കുകൾ കേൾക്കരുത്. എത്ര എക്സൈറ്റ്മെന്റ് നോക്കി. സാറിന്റെ ഒരു 10-15 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ലാഭിച്ചത് നിങ്ങളുടെ 11 വർഷമാണ്. സാറെ കേൾക്കുന്നത് ഓരോ ഇവിടെ വരുന്ന ഓരോ ലീഡേഴ്സും പാലിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ക്യാച്ച്. ഞാനൊരു ഗസറ്റ് ഓഫീസറാണ്. ഞാനൊരു കാര്യം തുറന്നു പറയാം, അതിനൊരു കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ ടെസ്റ്റ് എഴുതി പാസ്സായി, പിന്നെ അറിഞ്ഞില്ല. പിന്നെ 30 വർഷം കൂടെ അറിയാതെ ഞാൻ ഗസറ്റ് റാങ്കിലേക്ക് എത്തുമ്പോൾ ഓരോരോ ചുമതല വന്നു. അവസരം ഒരു ഡിസ്ട്രിക്റ്റിന്റെ പിന്നെ 4 ഡിസ്ട്രിക്റ്റിന്റെ ചാർജൊക്കെ വന്നു. ഇതൊക്കെ പമ്മച്ചം പറയാം എന്ന് മാത്രമേ ഉള്ളൂ. പൈസ കൂടും? പൈസ കൂടില്ല. എത്ര ലോൺ ഉണ്ടാവും പറയാം? നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും എത്ര ലോൺ ഉണ്ടെന്ന്. ഞാൻ കയറിയ ഫസ്റ്റ് വർഷം തൊട്ട് എല്ലാ ബാങ്കും എനിക്ക് ലോൺ തന്നു. എങ്ങനെ ഉണ്ടാവും? ഹലോ, ബാങ്കിൽ ലോൺ തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള വരുമാനം നമുക്കുണ്ടോ? ഇല്ല. അപ്പോ ലോണോ മാനിയ എന്ന് പറയുന്നത് ഇന്ന് ആ വാക്ക് പഠിക്കുക. എന്താണ് ലോണോ മാനിയ? എന്താ ലോണോ മാനിയ? പരമാവധി ലോൺ എടുക്കുന്ന ആള് കിട്ടുന്ന പ്രത്യേക അവാർഡാണ് ബാങ്കുകളിൽ. ആ ലോണോ മാനിയ വന്ന വ്യക്തിയാണ്. അപ്പൊ എങ്ങനെയുണ്ട് ജീവിതം? ഉണ്ടാവും ദുസ്സഹമായിരുന്നു. കണ്ടോ, ലോൺ എടുത്ത് നമുക്ക് ഒരു ടൈം കൂടെ പോകാൻ പറ്റില്ല. ആ അവസ്ഥയിൽ നിന്ന് എന്നെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചത് മോദി കെയറാണ്. അപ്പൊ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് മോദി കെയർ മാറി നടത്താം. ഇപ്പൊ നമുക്ക് കാണുന്നു കുറേയധികം പ്രോബ്ലത്തിന്റെ സൊല്യൂഷനായിട്ട് മോദി കെയർ മാറി. കുറേയധികം നിങ്ങളുടെ ലൈഫില് ഇരിക്കുന്ന എല്ലാവരുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് മോദി കെയർ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ പ്രോബ്ലം സൊല്യൂഷന്റെ സെന്റർ മാറി. ഇതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ വരാൻ പോണ ഈ അടുത്ത മാസം തൃശ്ശൂരിൽ നടക്കുന്ന, ഞാൻ അതിനുവേണ്ടി മാത്രം വന്നാണ്. എനിക്ക് കാണണം ഈ തൃശ്ശൂരിന്റെ ഫംഗ്ഷൻ എത്ര ഭംഗിയാക്കണം എന്ന് ആലോചിക്കാൻ. എനിക്കൊരു റോൾ എടുത്തുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു റോൾ എടുത്തുണ്ട്. നമുക്കിവിടെ കുന്നംകുളത്ത് നടക്കുന്ന ആ ഫംഗ്ഷനിൽ വെച്ചിട്ട് 16/5/26 നടക്കുന്ന ഫംഗ്ഷനില് നിങ്ങൾ ഉണ്ടോ ഇല്ലയോ? എത്ര പേര് തീരുമാനിച്ചു? കൈവക്കി. ആ കൈ പൊക്കിയവർക്ക് പ്രത്യേകം കൈയടി. കൈ പൊക്കാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ബാക്കി പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ കൈ പൊക്കോളൂ. അതായത് 2018 ഒരു ഫംഗ്ഷൻ പങ്കെടുക്കാൻ വേണ്ടി എന്റെ സ്പോൺസർ എന്നെ കോഴിക്കോടേക്ക് വിളിക്കുക. ഞാനിപ്പോൾ എറണാകുളത്ത് ഗസറ്റ് ഓഫീസറാണ്.
ഗെയിമിങ്ങിന്റെ ഗെയിമല്ലേ അല്ലേ, ഗസ്റ്റ് ഓഫീസർ അല്ലേ, ഞാൻ പോകുമോ അല്ലേ, ശരിയല്ലേ? ആ അവൽ നിന്ന് ഞാൻ ആ ഫംഗ്ഷൻ പങ്കെടുത്ത് 2018 ഡിസംബറിലാണ് പങ്കെടുക്കുന്നത്. പങ്കെടുത്ത് തിരിച്ചേ വന്ന് 2019 ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം കഴിഞ്ഞ 7 വർഷം കൊണ്ട് എന്റെ വിറ്റുവരവ്, ഒരു സക്കാല ദിവസത്തിന്റെ പരിതാപനം ഞാൻ പറയുന്നത്, 8 കോടി കച്ചവടം മോദിക്ക് ബിസിനസ് മാത്രം. ഒരു സന്തോഷമില്ല, ഈ ഭാഗത്താലും കഴിഞ്ഞിട്ടില്ല. അസൂയാണ്, അസൂയ അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ പങ്കെടുക്കണ്ടേ? എന്നെ അതിന് പ്രാപ്തനാക്കിയിരുന്ന ആ ഫംഗ്ഷനാണ്. അന്നും ജിഷാദ് സാറും ദിനേശ് സാറൊക്കെ അവിടെ പറഞ്ഞ ആ പൊരിക്കലാണ് എന്നെ ആ ഫയർ ഉണ്ടാക്കി. വലിയ ഫയർ ഉണ്ടായില്ല, ഞാൻ തണുത്തൊടിഞ്ഞു കഴിയുന്ന തണുത്ത് വരച്ച പാവം ലോണിൽ കുടുങ്ങി കിടക്കുന്ന ഒരു പാവം സർക്കാർ ദിവസം തിരിച്ച് ഒരു മനുഷ്യനാക്കി തന്നത് മോദിക്കാണ്. ഇപ്പോഴാണ് ഞാനൊരു സംരംഭകന്റെ രീതിയിലേക്ക് മാറാൻ എന്നെ സഹായിച്ചത്. ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ സഹായിക്കണമെങ്കിൽ 16.5 ഉണ്ടാവണം. ഇനി എത്ര പേര് വരും? അങ്ങനെയാണെങ്കിൽ കുറച്ചെണ്ണം കൂടി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഡോണ്ട് മിസ് ഇറ്റ്. ആ ഫംഗ്ഷൻ മിസ്സാക്കരുത്. ഞാൻ എത്ര പറയാനുള്ളൂ, ഇനി വെടിക്കെട്ട് ആരംഭിക്കാൻ പോവാണ്. എല്ലാവരും സീറ്റ് ബെൽറ്റൊക്കെ മുടക്കുക. റെഡിയാവുക? റെഡിയല്ലേ? ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.